നമ്മുടെ ഭൂമിക്ക് എത്ര വയസ്സായി കാണും? ഭൂമി പിറവിയെടുത്തിട്ട് ഏകദേശം 450 കോടി വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ആകാശത്തിലും കരയിലും വെള്ളത്തിലുമായി ഭൂമിയുടെ സകല കോണിലും ധാരാളം ജീവജാലങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിക്കാൻ ആവശ്യമായ ജീവശ്വാസവും ജലവും നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഭൂമി. എന്നാൽ വെറും ശൂന്യതയിൽ നിന്നും എങ്ങനെയായിരിക്കും ഭൂമി പിറവിയെടുത്തത്? നമ്മൾ കാണാൻ പോകുന്നത് ആ കഥയാണ്. ശൂന്യതയുടെ കാലം, പാറക്കല്ലായി മാറിയ കാലം, ലാവ നിറഞ്ഞു കിടന്നിരുന്ന കാലം, മഞ്ഞുകട്ടയായി മാറിയ കാലം, കോടി കഴിഞ്ഞുപോയ 450 കോടി വർഷത്തെ ചരിത്രം. ഈ കഥയറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകണം. ഭൂമി ജനിക്കുന്നതിനും കോടാനുകോടി വർഷങ്ങൾ പിന്നോട്ട്. 4500 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ തുടങ്ങുന്നത്. ഗുരുത്വാകർഷണത്തിൻ്റെ പ്രഭാവം മൂലം അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഒരു മേഘപാളി മറ്റു പലതുമായി കൂടിച്ചേർന്ന് വികസിക്കാൻ തുടങ്ങി. വാതകങ്ങളെല്ലാം കൂടിച്ചേരുന്നതുകൊണ്ട് കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ കേന്ദ്രഭാഗത്ത് അമിതമായ ചൂട് വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ചൂട് വർദ്ധിച്ച് അവസാനം അത് പൊട്ടിത്തെറിച്ചു. ആ വലിയ വിസ്ഫോടനത്തിലൂടെയാണ് ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമുണ്ടായത്. ആ സ്ഫോടനത്തിൻ്റെ അനന്തരഫലമായി ധാരാളം പൊടിപടലങ്ങളുണ്ടായി. നെബുല എന്നാണ് ആ പൊടിപടലങ്ങളുടെ പേര്. ഈ നെബുലയുടെ മധ്യഭാഗത്തുണ്ടായ വലിയ ഗുരുത്വാകർഷണത്തിൻ്റെ ശക്തിയിൽ ഹൈഡ്രജൻ, ഹീലിയം മുതലായ വാതകങ്ങളും ധാരാളം എലമെൻറ്റുകളും കൂടിച്ചേരുകയും സൂര്യനുണ്ടാവുകയും ചെയ്തു. മിച്ചമുണ്ടായിരുന്ന പൊടിപടലങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കാൻ തുടങ്ങി. പതിയെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആ പൊടിപടലങ്ങളിലെ വലിയ വസ്തുക്കൾ കൂടിച്ചേർന്ന് ഗ്രഹങ്ങൾ രൂപം കൊണ്ടു. അങ്ങനെ 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥമുണ്ടായി. അതിലെ ഒരു ഗ്രഹമായിരുന്നു നമ്മുടെ ഭൂമി. ഭൂമി രൂപം കൊണ്ട ആ കാലഘട്ടത്തെ ഹെയ്ഡൻ യുഗം എന്നാണ് വിളിക്കുന്നത്. 460 കോടി വർഷങ്ങൾക്കും 400 കോടി വർഷങ്ങൾക്കും ഇടയിലാണ് ആ കാലഘട്ടം. അന്ന് ഭൂമി വെറും ഒരു പാറക്കല്ല് മാത്രമായിരുന്നു. ചുറ്റുമുണ്ടായിരുന്ന റേഡിയേഷനുകൾ മൂലം ഭൂമിയുടെ ഉപരിതലം ചുട്ടുപഴുക്കാൻ തുടങ്ങി. നിരന്തരം വലിയ ഉൽക്കകളും ധൂമകേതുക്കളും ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അങ്ങോട്ട് കാലങ്ങളോളം അഗ്നിപർവ്വതങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് ഉപരിതലം മുഴുവൻ ലാവയാൽ നിറഞ്ഞ് ഭൂമി വെന്തുരുകി. അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായിരുന്നു അന്ന് നമ്മുടെ ഈ ഭൂമി. വളരെ വേഗതയിലായിരുന്നു അന്ന് ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരുന്നത്. അന്നത്തെ ഭൂമിയിലെ ഒരു ദിവസം എന്നത് വെറും 4 മണിക്കൂർ മാത്രമായിരുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമായി പുറത്തു വരുന്ന പുകയും മറ്റു പൊടിപടലങ്ങളും നിറഞ്ഞതായിരുന്നു ഭൂമിയുടെ അന്തരീക്ഷം. അതിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. കാലങ്ങൾ കഴിയുന്തോറും ഉപരിതലത്തിലുള്ള കട്ടികൂടിയ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്ക് പോയി. അങ്ങനെ ഉപരിതലം തണുക്കാൻ തുടങ്ങി. ഭൂമിയുടെ ഉപരിതലം തണുത്തു തുടങ്ങിയപ്പോഴാണ് ഇന്നത്തെ ചൊവ്വയുടെ അത്രയും വലിപ്പമുള്ള തീയ എന്നൊരു ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത്. തീയയുടെ വലിയൊരു ഭാഗം ഭൂമിയുമായി അന്ന് കൂടിച്ചേർന്നു. ആ ഉഗ്ര ഇടിയിൽ ഭൂമിയുടെയും തീയയുടെയും കുറച്ചു ഭാഗം പൊടിഞ്ഞു പോവുകയും ആ പൊടിപടലങ്ങളെല്ലാം ഭൂമിക്ക് ചുറ്റും വലിയ വലയം എന്ന പോലെ ഭ്രമണം ചെയ്യുകയും ചെയ്തു. കാലങ്ങൾ കഴിയുന്തോറും ആ പൊടിപടലങ്ങൾ കൂടിച്ചേർന്ന് ഒരു ഗോളമായി മാറി. അങ്ങനെ ഈ അവശിഷ്ടങ്ങളാണ് കാലക്രമേണ കൂടിച്ചേർന്ന് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനായി മാറിയത്. അന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വെറും 23,000 കിലോമീറ്റർ മാത്രം അകലത്തിലായിരുന്നു. ഈ ചന്ദ്രൻ ജനിച്ച ശേഷമാണ് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറയുന്നത്. പിന്നീട് പതിയെ ഭൂമിയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമി, കോർ, മാൻഡ്രിൽ, ക്രസ്റ്റ് എന്നീ പടലങ്ങൾ രൂപം കൊണ്ടു. ഭൂമിയുടെ ഉപരിതലം അങ്ങനെ തണുത്തു തുടങ്ങിയത് ഹെയ്ഡൻ യുഗത്തിൻ്റെ അവസാന സമയത്തായിരുന്നു. പിന്നീട് ഭൂമിയുടെ ഉപരിതലം മുഴുവൻ തണുത്തുറഞ്ഞ് പരിപൂർണമായും ഖരരൂപമായി മാറി. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ സംഭവിച്ചത്. അടുത്ത 150 കോടി വർഷങ്ങൾ ആർക്കിയൻ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് ഭൂമിയുടെ അന്തരീക്ഷം കട്ടികൂടിയതായിരുന്നു. എന്നാൽ അത് ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡും ധാരാളം വിഷവാതകങ്ങളും നിറഞ്ഞതായിരുന്നു. ഇവിടെ 2 ലക്ഷം രൂപ വരെക്കുള്ള ലോൺ കിട്ടും മിനിറ്റുകളിൽ. ട്രൂ ബാലൻസിൽ അപ്ലൈ ചെയ്യും. വീട്ടിലിരുന്ന് തന്നെ ലോൺ പ്രോസസ്. അന്ന് സൂര്യന് ഇന്നത്തേതുപോലെ പ്രകാശമുണ്ടായിരുന്നില്ല. ഇന്നത്തെ സൂര്യൻ്റെ പ്രകാശം വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അന്ന് വെറും 30% പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ പ്രകാശത്തിലും കൂടുതൽ ഇരുട്ടായിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗതയെ കുറച്ചു.
അങ്ങനെ തൻ്റെ അച്ചുതണ്ടിൽ ഭൂമിക്ക് ഒരു വട്ടം കറങ്ങി വരുന്നതിനുള്ള സമയം 4 മണിക്കൂറിൽ നിന്നും 10 മണിക്കൂറായി മാറി. കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നീരാവി മൂലം കാർമേഘങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ കാർമേഘങ്ങളെല്ലാം മഴയായി മാറി നിലയ്ക്കാതെ പെയ്തുകൊണ്ടേയിരുന്നു കോടിക്കണക്കിന് വർഷങ്ങളോളം. 380 കോടി വർഷങ്ങൾക്കും 360 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഭൂമിയിൽ ആദ്യമായി സമുദ്രം രൂപം കൊണ്ടു. അതിനോടൊപ്പം തന്നെ ആദ്യത്തെ ഭൂഖണ്ഡവും രൂപം കൊണ്ടു. വാൽബാറ എന്ന ഭൂഖണ്ഡമായിരുന്നു അത്. ഇന്ന് ഭൂമിയിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന വലിയൊരു ഭൂഖണ്ഡം. അതേ സമയത്ത് തന്നെയാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിക്കുന്നത്. പല രാസപ്രവർത്തനങ്ങളുടെയും അനന്തരഫലമായി ഏകകോശ ജീവികളുണ്ടായി. അവ പ്രകാശം ഉപയോഗിച്ച് ജീവിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്തു. ജീവവായുവായ ഓക്സിജനെ ആദ്യമായി ഭൂമിക്ക് നൽകുന്നത് ഈ ഏകകോശ ജീവികളാണ്. കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞു തുടങ്ങി. ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലുള്ളത് നൈട്രജൻ ആണ് എങ്കിൽ അന്ന് അത് മീഥൈനായിരുന്നു. മീഥൈനും ഓക്സിജനും കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കയറി വന്നത്. ഈ യുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് 54 കോടി വർഷങ്ങൾക്ക് മുൻപ്, ചന്ദ്രൻ ഭൂമിയിൽ നിന്നും 1.5 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള അകലത്തിലെത്തി. അതുകൊണ്ട് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞ് ഒരു ദിവസം 21 മണിക്കൂറായി മാറി. ഭൂഖണ്ഡങ്ങൾ പലതവണ ഒരുമിച്ച് കൂടുകയും വേർതിരിഞ്ഞു പോവുകയും ചെയ്തു. ഇത് മറ്റൊരു യുഗത്തിൻ്റെ തുടക്കമായിരുന്നു.